വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഉറക്കം വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ? ഒരുപാട് നാളുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. രാത്രിയിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നൈറ്റ് റൂട്ടീൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ഫോൺ 1 മണിക്കൂർ മുമ്പേ ഓഫാക്കി എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കും. പക്ഷേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതല്ലയോ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ? എങ്കിൽ അതിൻ്റെ സത്യം ഞാൻ പറഞ്ഞു തരാം. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറങ്ങാതിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, രണ്ടാമത്തേത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. നമ്മളിപ്പോൾ ഒരു കാർ എടുക്കുക, ആ കാറിന് പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് ഉള്ളത് അല്ലേ? എന്തൊക്കെയാണ്? ഒന്ന് ബ്രേക്ക്, 2 ആക്സിലേറ്റർ. ഒന്ന് സ്പീഡിനെ കൂട്ടാനും ഒന്ന് സ്പീഡിനെ നിയന്ത്രിക്കാനും ഇല്ലേ? ഇതേ റോള് തന്നെയാണ് ഈ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും നമ്മളിൽ ചെയ്യുന്നത്. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്കാണ്. ഇനി സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലേറ്ററാണ്. നമ്മൾ സ്പീഡ് കൂട്ടി എവിടെങ്കിലും കൊണ്ട് ഇടിക്കുന്ന സംഭവമാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആക്സിലേറ്ററാണ്, അതുപോലെ ഒരു സർവൈവൽ സിസ്റ്റം കൂടിയാണ് ഇത് അല്ലേ? അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീജൻസി പെട്ട് കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം എന്നൊരൊറ്റ മെസ്സേജ് മാത്രമേ ഉള്ളൂ ബ്രെയിനിനുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളെ ഒരു പട്ടി കടിക്കാൻ വേണ്ടി ഓടിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാർ നമ്മളെ ഇടിക്കാൻ വരുന്നു, അതും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സ് വരുന്നു, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, ഒരു ബ്രേക്കപ്പ്, അല്ലെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, കുട്ടികളുമായിട്ടുള്ള ഒരു പ്രശ്നം, എന്ത് പ്രശ്നമായാലും ശരി, അവിടെ എല്ലാം ബ്രെയിൻ ഒരേ ഒരു ഫങ്ഷൻ മാത്രമേ അറിയുള്ളൂ. ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം എന്നൊരു മോഡ് മാത്രമേ ബ്രെയിൻ അറിയുള്ളൂ. ഇന്ന് ഈ വർക്കിംഗ് പ്രൊഫഷണൽസിലും ജെൻസി ആയിട്ടുള്ള ആൾക്കാരും ഈവൻ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ? അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ മെസ്സേജുകളും നമ്മളുടെ ബ്രെയിനിൽ, അത് ഗുഡായാലും ബാഡ് ആയാലും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ഇതെല്ലാം കാണുമ്പോൾ ബ്രെയിൻ സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഓ, ഇത് ഇന്ദുസ് ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, ഇന്ദുസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ SNS ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അവരെപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും. അയ്യോ, ഇപ്പോൾ പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം, കാർ ഇടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം, റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, ഓഫീസിൽ ബോസ് വഴക്ക് പറഞ്ഞാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നിങ്ങനെ നമ്മുടെ മൈൻഡ് എപ്പോഴും അലേർട്ട് ആയിക്കൊണ്ടിരിക്കും. ഈ അലേർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമുക്കുണ്ടാവുന്നത്? ഒപ്പം ഓവർ തിങ്കിങ് വരും, സ്ട്രെസ് വരും, ആങ്സൈറ്റി വരും. ഉടനെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് അഡ്രിനാലിൻ ഹോർമോൺ, നോർ അഡ്രിനാലിൻ ഹോർമോൺ, ഒപ്പം സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ, ഇവയെല്ലാം പുറപ്പെടുവിച്ച് നമ്മുടെ ശരീരത്തിനെ ഒരു ഡേഞ്ചർ സോണിലോട്ട് കൊണ്ടുപോകും. ഡേഞ്ചർ സോണിലായിരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ മൈൻഡിൻ്റെ തലച്ചോറിൽ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമേ ഈ ബ്രെയിനിനുണ്ടാവത്തുള്ളൂ. ബ്രെയിനിൻ്റെ തോട്ട് എങ്ങനെയാണെന്നറിഞ്ഞോ? അതായത് നമ്മളൊരു വണ്ടി മുമ്പേ ഇടിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ ആങ്ഷ്യസ് ആയത് അല്ലേ? യഥാർത്ഥത്തിൽ അവിടെ വണ്ടി ഇടിച്ചിട്ടില്ല. അപ്പം എന്താണ് ബ്രെയിൻ ചിന്തിക്കുന്നതെന്നറിയാവോ? ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യവും യഥാർത്ഥത്തിൽ നടന്ന കാര്യവും ബ്രെയിനിനെ സംബന്ധിച്ച് വ്യത്യാസമില്ല, രണ്ടും ഈക്വലാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത്, അറിയാവോ? അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓൾറെഡി നടന്നു എന്ന് കരുതി നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ബ്രെയിൻ എന്ത് വിചാരിക്കും? ഇത് സംഭവിച്ച ഒരു കാര്യമാണെന്ന് കരുതി ബ്രെയിൻ അത് വിശ്വസിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ ഉറക്കമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ അതിന് ഉപയോഗിക്കാവുന്നതാണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം SNS ഒരാളുടെ ശരീരത്തിൽ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. 3 വിധത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരം പുറപ്പെടുവിക്കും. 1 അഡ്രിനാലിൻ, 2 നോർ അഡ്രിനാലിൻ, 3 കോർട്ടിസോൾ. ഈ 3 ഹോർമോണും ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഹോർമോൺ അല്ല. ഉടനെ തന്നെ എന്തെല്ലാം സംഭവിക്കുമെന്നറിയാവോ? നമ്മളുടെ ഹൃദയമിടിപ്പ് കൂടും, കണ്ണിൻ്റെ കാഴ്ച ബ്ലേഡ് ആവും, ചിലർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, ഓവർ തിങ്കിങ് വരും, സ്ട്രെസ് വരും, ആങ്സൈറ്റി വരും, ഫ്യൂച്ചർ ആങ്സൈറ്റി വരും, ശ്വാസം വേഗത്തിലാകും, മസിലുകളുടെ ടെൻഷൻ അനുഭവപ്പെടും, ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരും, ബ്രെയിൻ ഓൾവേസ് ഇൻ ഹൈപ്പർ അലേർട്ട് മോഡിലായിരിക്കും. ഇതെല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഉറക്കം നഷ്ടപ്പെടും.
അപ്പം ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വലിയൊരു രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്ന്. ഇതൊന്നും ഒരു രോഗമല്ല, പക്ഷേ ഇതൊരു രോഗലക്ഷണമാണ്. വേണ്ട രീതിയിൽ ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ഉറക്കം കൊണ്ട് ഒരു ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറങ്ങാത്തതെന്ന്? ഇങ്ങനെ അലേർട്ടായിട്ടുള്ള ഒരു മോഡിലുള്ള ഒരു ബോഡിയെ പറയുന്നത് എന്താണെന്നറിയുമോ? യു ആർ ഇൻ ഹൈപ്പർ വിജിലൻസ് മോഡ്. വിജിലൻസ് ഉണ്ടല്ലോ, ആ ഫുൾ ടൈം വിജിലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ എന്തു വേണം? ഈ ഒരു പ്രശ്നമാണ് നമുക്ക് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിന് വേണ്ടുന്ന ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഹൈപ്പർ വിജിലൻറ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റത്തില്ല. അയാൾക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. രാത്രി അഥവാ ഉറങ്ങാൻ കിടന്നാലും എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ളൊരു ശബ്ദം കേട്ടാൽ മതി, ഞെട്ടി ഉണരും. ജാഗ്രതയുള്ള മനസ്സായിരിക്കും അവർക്ക്. അപ്പോൾ ഓവർ തിങ്കിങ്, സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ അവരുടെ ശരീരം അലേർട്ട് മോഡിലായിരിക്കും. ഈ അലേർട്ട്നെസ് കൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഉറങ്ങാനും സാധിക്കത്തില്ല. ഇങ്ങനെ അലേർട്ടായിട്ടുള്ള ഒരു മനസ്സിനെ നമുക്ക് എങ്ങനെ ശാന്തമാക്കാനായിട്ട് സാധിക്കും? അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച സിദ്ധ്യതേ. അതായത് നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് നമ്മൾക്ക് തന്നെ ചില പ്രാക്ടീസിലൂടെ, ചില റുട്ടീനിലൂടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും കടത്തി വിട്ടാൽ, ഹീലിംഗ് ജേണിയിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. മനസ്സ് ശാന്തമാകും, ശരീരം ശാന്തമാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഡീആക്ടിവേറ്റഡ് ആവും. ഒപ്പം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സാധിക്കും. ഇങ്ങനെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി ഉറക്കം പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഞാനൊരു ചെറിയ പ്രാക്ടീസ് ഇന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ സ്വസ്ഥമായിട്ട് ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. 4 കൗണ്ടോടുകൂടി നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കണം. ഓക്കെ, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും 4 സെക്കൻഡോടുകൂടി തന്നെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. വളരെ ഫീൽ ചെയ്തുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മതി. ഇതൊരു 7 റൗണ്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ചെയ്തു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒന്ന് ശാന്തമാകും. മനസ്സും ശരീരവും ഒന്ന് ശാന്തമാകി ഒരു കാമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇതിലും കൂടുതൽ ചെയ്താൽ കൂടുതൽ റിസൾട്ടാണ് കിട്ടുന്നത്. മിനിമം ഒരു 7 ദിവസം നിങ്ങളിത് ചെയ്തു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാജിക്ക് മനസ്സിലാവും. നിങ്ങളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം റിലാക്സ് ആവുന്നതായിട്ട് കാണാം. ഓരോ ശ്വാസം നിങ്ങൾ പുറത്തോട്ട് വിടുമ്പോഴും നിങ്ങൾ പറയേണ്ടത്, ഞാൻ വളരെ സുരക്ഷിതനാണ്, ഐ ആം വെരി സേഫ് നൗ, എനിക്കിപ്പോൾ ഉറങ്ങാൻ കഴിയുന്നതാണ്, എൻ്റെ ശരീരം സുരക്ഷിതമായിട്ടിരിക്കുകയാണ്, എനിക്ക് കൂടുതൽ സുഖത്തിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഞാൻ കൂടുതൽ വിശ്രമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു മെസ്സേജ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ മെസ്സേജ് നേരെ ബ്രെയിനിലെത്തുകയും ബ്രെയിൻ അപ്പോൾ സെൻസ് ചെയ്യും നിങ്ങളൊരു സേഫ് മോഡിലാണ്, സോ നിങ്ങൾക്കിനി വിശ്രമിക്കാൻ കഴിയുന്നതാണ് എന്നൊരു മെസ്സേജ് ബ്രെയിനിന് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ആ ഷിഫ്റ്റിങ് നിങ്ങളെ ഉറക്കത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ വളരെ വർഷങ്ങളായി ഉറക്കക്കുറവ്, അല്ലെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രശ്നവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ലീപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഡിസ്ക്രിപ്ഷനിൽ എന്നെ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനുമായിട്ടൊരു 1-on-1 സെഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കണക്ട് ചെയ്യുക. ഒപ്പം എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. indusleepclarity.com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് അതിനുശേഷം ഞാനുമായിട്ടൊരു 1-on-1 കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്.